വിളങ്ങുന്നു ആ മഹാജ്ഞാന വിദ്യയെ കൈകൂപ്പുന്നു ഭാരത സന്യാസത്തിൻ ഋഷിസമുദ്രം നീന്തി മാനവ സത്യത്തിൻ്റെ ഹൃദയം കണ്ടെത്തുന്നു. മാനവ സത്യത്തിൻ്റെ ഹൃദയം കണ്ടെത്തിയ മഹർഷി ദയാനന്ദ സരസ്വതി 1824 ഫെബ്രുവരി 12-ാം തീയതി ദക്ഷിണ ഗുജറാത്തിലെ കത്തിയവാർ ജില്ലയിൽ ജനിച്ചു. ദക്ഷിണ ഗുജറാത്തിൽ കത്തിയവാർ ഗ്രാമത്തിൽ അച്ഛനമ്മമാർക്കൊന്ന പുത്രനായി പിറന്നവൻ സത്യകാരണങ്ങളാൽ വീടുവിട്ടോടിപ്പോയി വിജ്ഞാന പാരാവാര തീരത്തു തപസ്യായി. 22-ാം വയസ്സിൽ സ്വാമി ദയാനന്ദൻ വീട് വിട്ടിറങ്ങി. 24-ാം വയസ്സിൽ സന്യാസം. പിന്നെ ഭാരതത്തിൻ്റെ ആത്മീയ പ്രകാശ കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര. അതെ, 36-ാം വയസ്സിൽ സ്വാമി ദയാനന്ദൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്നു. അസാമാന്യ ധിഷണാശാലിയും മഹാപണ്ഡിതനുമായ ഗുരു വിരജാനന്ദ സരസ്വതി. ഗുരു വിരജാനന്ദൻ്റെ ഗുരുകുലത്തിലെ പഠനം സ്വാമി ദയാനന്ദൻ്റെ വീക്ഷണത്തെ മാറ്റിമറിച്ചു. പരമ്പരാഗത ചിന്താധാരയിൽ ദയാനന്ദൻ വിപ്ലവാഗ്നി ജ്വലിപ്പിച്ചു. ഏകലോകം ഏകദൈവം ഏകമാനവം ഏകഭൂമിക്കാധാരം സ്നേഹവൈഭവം വേദവിജ്ഞാനം സ്വയം പൂർണ്ണമാനന്ദമേക സൂര്യപ്രഭാവത്തിൻ ജീവചൈതന്യം. കേവലാചാരം വെറും ചൂഷണാധാരം ബാലവിവാഹം സതി വിധവാവിധി ആരുടെയോ ഭ്രാന്തചിത്ത പ്രാഗതച്ചതി ഭൂതകാല കൂരിരുട്ടിൻ പാപവേദായം. ശ്രീ ലാൽജി കിഷൻജി തിവാരിയുടെയും ശ്രീ അമൃതാഭായിയുടെയും മൂത്ത പുത്രനായി ജനിച്ച മഹർഷി ദയാനന്ദൻ ദയാൽജി, മൂലശങ്കരൻ എന്ന പേരുകളിലും അറിയപ്പെട്ടു. ഈശ്വരൻ ഏകനാണ് എന്ന് മഹർഷി ദയാനന്ദ സരസ്വതി ചിന്തിച്ചു. വേദത്തിൽ അനേകം ഈശ്വരന്മാരുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അംഗീകരിക്കുന്നില്ല. കാരണം 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്.
വായുവായും ജലമായും വായുവായും വേഗമായും മധ്യചിന്തയ്ക്കാധാരം നീയാകുന്നു. ഉജ്ജ്വലമായിരുന്നു ആ ചിന്ത. അന്ധകാര കാപട്യത്തിനെതിരായിരുന്നു ആ മനസ്സ്. ദയാനന്ദ ചിന്തയ്ക്ക് സമമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ചിന്തയും. വേദബാഹ്യമായ ആചാരങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. മറിച്ച് മെച്ചമേ ഉള്ളൂ. വേദമേ നമുക്ക് പ്രമാണമായുള്ളൂ. അതിൽ എല്ലാവർക്കും അധികാരമുണ്ട്. ചിന്തയിൽ സർവോച്ച ജ്വാല കൊളുത്തി അന്ധകാര കാപട്യം ആട്ടിയകറ്റി സത്യധർമ്മ സാധനയെ സാക്ഷാത്കരിക്കുന്ന ദക്ഷിണയായി വേദമന്ത്രം പകുത്തു നൽകി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മഹർഷി ദയാനന്ദ സരസ്വതിയുടെ സ്ഥാനം ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാമഹൻ എന്നാണ്. ആ ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഭാരതപുത്രന്മാർ നിരവധിയുണ്ട്. ധീരവീര ശൂരപരാക്രമികളായ ഭാരതാംബയുടെ പൊന്നോമന മക്കൾക്ക് പ്രചോദനമായിരുന്നു ദയാനന്ദ ചിന്തകൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തിയ കർമ്മയോഗിയായിരുന്നു ദയാനന്ദ സരസ്വതി. ഉജ്ജ്വലമായ ആ വ്യക്തിത്വം രാജ്യത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി. അദ്ദേഹത്തിൻ്റെ സ്വരാജ് അഥവാ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന ബോധവാക്യവും തളർച്ച അറിയാത്ത ധീരമായ ഊർജ്ജസ്വലതയും രാഷ്ട്ര സാംസ്കാരികതയെ ഏറെ സ്വാധീനിച്ചു. വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിലും രാഷ്ട്രത്തോടുള്ള സ്വാഭിമാനത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പ്രകാശം ചെറിയുന്ന ആ ഊർജ്ജസ്രോതസ്സിനെ നമുക്ക് നെഞ്ചിലേറ്റാം. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാം. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാം. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായിയെ ഭാരത സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം താൻ ധർമ്മപിതാവാണെന്ന് പ്രഖ്യാപിച്ച മഹർഷി ദയാനന്ദൻ്റെ ചിന്താധാരയായിരുന്നു. 1928 സൈമൺ കമ്മീഷനെതിരെ പടനയിച്ച ലാലാ ലജ്പത് റായിയെ ബ്രിട്ടീഷ് പട്ടാളം തല്ലിച്ചതയ്ക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. Struggles may be painful, but they are the stepping stones to progress. True patriotism demands a fearless attitude towards injustice. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ജോൺ സാൻഡേഴ്സ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ കൊലവിളിച്ചു ഭഗത് സിംഗും രാജ്ഗുരുവും. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ധീരപുത്രനായിരുന്നു ഭഗത് സിംഗ്. ദയാനന്ദൻ പകർന്നുകൊടുത്ത ആത്മധൈര്യം മരണത്തിൽ പോലും സർദാർ ഭഗത് സിംഗ് കൈവിട്ടില്ല. കരയരുത്, എനിക്ക് വേണ്ടി ആരും കരയരുത്.
എൻ്റെ ഭാരതത്തിന് വേണ്ടി ഇത്രയല്ലേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നോർക്കുമ്പോൾ എനിക്കും ദുഃഖമുണ്ട്. അതെ, പ്രഭാതം മണിയാറായി. ഇനി കൈവിളക്കിന് പ്രസക്തിയില്ല. ഞാൻ ആ മഹാപ്രകാശത്തിൽ ലയിക്കട്ടെ. പക്ഷേ എന്റെ ചോര പൂക്കും. അതിന്റെ ഗന്ധം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ആവേശത്തെ ജ്വലിപ്പിക്കും. ഭാരത് മാതാ കീ ജയ്. ഇൻക്ലാബ് സിന്ദാബാദ്.